ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിനി ഈ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് പാലും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബിസ്കി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ടയും പാലും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ മുട്ടയും പാലും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം മല്ലിയില അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇനി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഓറിഗാനോ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ല എങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടി ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കണം. ഞാനിപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ടാക്കി എടുക്കാം. ആ കട്ട് ചെയ്ത ഭാഗവും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ എടുത്ത ബ്രെഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. പിന്നെ അല്പം ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി വേണം. ഞാനിവിടെ കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടി വേണം നമുക്ക്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അതിനായി സ്റ്റൗവിലേക്ക് ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓരോ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നടുഭാഗത്തായിട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. നടുഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിന് മുകളിൽ വീണ്ടും ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. നമുക്കിത് ബ്രെഡിൻ്റെ പിസ്സ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ചീസും എല്ലാ ഭാഗത്തുമായിട്ട് ഇനി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അല്പം നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിവശം ഒന്ന് കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ ഇതാ ചീസ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 to 4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു 3 to 4 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡും ചീസൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാം. പിന്നെ നിങ്ങൾക്ക് ചീസ് ഇല്ല എങ്കിലും മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്താലും മതി. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സ്ലൈസ് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സ്നാക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നതുകൂടി തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഇനിയും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും കെയറായി തന്നെ ഇരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.